വരുമ്പോൾ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ കുറേ അധികം യങ്സ്റ്റേഴ്സ് വന്ന് പുതിയതായിട്ട് ട്രേഡ് ചെയ്യുകയും ലോസ് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന് റീസൺ എന്താ? അതിൻ്റെ മെയിൻ റീസൺ വെച്ചാൽ ഈ സോഷ്യൽ മീഡിയ തന്നെയാണ്. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പ്രോഫിറ്റ് മാത്രം ഇട്ടിട്ട് ഇത് കണ്ടിട്ട് എല്ലാവരും പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് എവിടുന്നെങ്കിലും പൈസ, പറഞ്ഞാൽ ശരിയാണ്, എവിടുന്നെങ്കിലും പൈസ ഉണ്ടാക്കിക്കൊണ്ടാണ് വരുന്നത്, ഇല്ല രക്ഷപ്പെടാം എന്ന് വെച്ച് തന്നെയാണ് വരുന്നത്. പക്ഷേ ഫൈനലി ലാസ്റ്റ് ഒന്നും ആകാണ്ട് കടത്തിന് മേലെ കടവും ലോസുമായി നിൽക്കുകയാണ് ചെയ്യുന്നത്. സോ ബെറ്റർ ഇവർ നേരെ മാർക്കറ്റിലോട്ട് വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ലേൺ ചെയ്യുന്നത് വളരെ നല്ലതാണ്. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട്, ട്രേഡിംഗ് ഇല്ല ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നതില്ല എല്ലാവരും വരുന്നത് ഒരു റിയാലിറ്റി മനസ്സിലാക്കിയിട്ടാണ്. വേറെ ഏത് പ്രൊഫഷൻ തരുന്നതിനേക്കാളും കൂടുതൽ റിസൾട്ട് ഇവിടുന്ന് കിട്ടും എന്ന എക്സ്പെക്ടേഷൻ എല്ലാവരും വരുന്നത്. അപ്പം നമ്മൾ ഇച്ചിരി കോമൺ സെൻസോട് കൂടി ഒന്ന് ചിന്തിക്കണം. അതായത് ഇത്രയും റിസൾട്ട് തരണമെന്നുണ്ടെങ്കിൽ അത്ര പെട്ടെന്ന് ഇത് പറ്റത്തില്ല എന്ന റിയാലിറ്റി. ഇപ്പോൾ ഡോക്ടർ ആണെങ്കിൽ ഒരു MBBS കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 വർഷം എടുക്കുന്നുണ്ട്, എഞ്ചിനീയർ ആണെങ്കിൽ 4 വർഷം. ഈ ജോബൊന്നും തരാത്ത ഒരു ഫ്രീഡം ഇവിടെ കിട്ടും, ബോത്ത് ഫിനാൻഷ്യൽ ഫ്രീഡം ആൻഡ് ടൈം ഫ്രീഡം. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനു വേണ്ടി ഇത്രയും വർക്ക് ചെയ്യണ്ടേ?